വീഡിയോയിൽ ആദ്യമേ പറയുകയാണ്, ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് ബിഗിനർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എങ്ങനെയാണ് നമ്മുടെ കീബോർഡ് ഒരു പക്ഷേ ചെറുതായിരിക്കും, അതിലുള്ള അക്കങ്ങൾ എങ്ങനെ വലുതാക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പാകം എങ്ങനെ വലുതാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഏതെങ്കിലും സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കീബോർഡിൻ്റെ ഓപ്ഷൻ വരും. രണ്ട് തരത്തിലാണ് കീബോർഡ് അധികം ആളുകൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇതുപോലെ ഗൂഗിളിൻ്റെ കീബോർഡും, അതുപോലെ തന്നെ പല ആളുകളും മംഗ്ലീഷിൻ്റെ കീബോർഡുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും സെറ്റിങ്സ് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൻ്റെതാണെങ്കിൽ ഇവിടെ 4 പെട്ടി കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റീസൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സാധാ ഈ ഒരു മോഡലായിരിക്കും ഉണ്ടാകുക. ഈ ഒരു വലുപ്പത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലുതാക്കാൻ സാധിക്കും. എന്നിട്ട് ഡണ്ണ് കൊടുത്താൽ അത്രയും വലുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കുറച്ച് ബോറാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടും ഒന്ന് താഴേക്ക് ഒരു നോർമൽ രീതിയിലേക്ക് കുറച്ചുകൂടും വലുപ്പം വെച്ചിട്ട് ഇവിടെ ഡണ്ണ് കൊടുത്താൽ അത്യാവശ്യം ടൈപ്പ് ചെയ്യാൻ വിധം നമുക്ക് വലുതാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു അക്കങ്ങളുടെ വലുപ്പം കൂട്ടണമെങ്കിൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രിഫറൻസ് പറഞ്ഞിട്ട് ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഫോണ്ട് സൈസ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും വലുതാക്കാം, 200% വരെ വലുതാക്കാം. നിങ്ങൾക്ക് വേണം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഈ ഒരു 130-100 കടന്നാൽ നല്ല സുഖം തന്നെ ആയിരിക്കും. ഞാനിവിടെ കാണിച്ചു തരാം. 200 ഓക്കെ അടിച്ചാൽ നേരെ ബാക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ അക്കത്തിൽ ചെറിയ കണ്ണൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ് ഈ ഒരു ഓപ്ഷൻ. ഇനി മംഗ്ലീഷിൽ എങ്ങനെ നോക്കാം? ഇത് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി മംഗ്ലീഷ് കീബോർഡിൽ എങ്ങനെ നോക്കാം? അപ്പോൾ ഇതാണ് മംഗ്ലീഷിൻ്റെ കീബോർഡ്. ഇതിൽ ചെയ്യേണ്ടത് സാധാ പോലെ ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മംഗ്ലീഷ് കീബോർഡിൻ്റെ ഒരു സെറ്റിങ്സിൻ്റെ ഇൻ്റർഫേസിലെത്തും. അവിടെ കാണാൻ സാധിക്കും കീബോർഡ് ഹൈറ്റ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വലുതാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വലുതാക്കുന്നതനുസരിച്ച് നിങ്ങൾക്കിവിടെ ഡെമോ കാണിക്കുന്നുണ്ട്. ഇവിടെ ഡിഫാൾട്ട് M എന്നതിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സലിലേക്ക് പോയാൽ ഇത്രയും വലുതാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ബിഗിനർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ കൂടാനും സബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.